സദ്ഗുരുശരണം വെയ്റ്റ് ലോസ് ചാലഞ്ച് ഡേ 3 ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡയറ്റാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചു കേട്ടോ. പക്ഷെ എന്നിട്ടും എൻ്റെ 2500 കാലറീസ് വരെ എനിക്ക് കഴിക്കാം. അതിൻ്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട് കേട്ടോ. അപ്പം ആസ് യൂഷ്വൽ 5 മണിക്ക് എൻ്റെ മസാല ടീ കഴിച്ചു. പിന്നെ ആശ്രമത്തിൽ പോയിട്ട് തിരിച്ചു വന്ന 8 മണിക്ക് ABC ജ്യൂസ്, അത് ആപ്പിളല്ല ആംല, നെല്ലിക്കയാണ്. അത് ഒരു ഗ്ലാസ് 130 കാലറീസ് വന്നു. പിന്നെ ഇടയ്ക്കൊരു കട്ടൻ ചായ കുടിച്ചു, മധുരമില്ലാത്ത കട്ടൻ ചായ. പിന്നെ 10 മണിക്ക്, അതിന് വലിയ കാലറീസ് ഒന്നും ഇല്ല, 10 മണിക്ക് കോഫി 80 കാലറീസ്, പാലും കുറച്ച് ശർക്കര ഒഴിച്ച കോഫി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പിടി കപ്പലണ്ടി പീനട്ട്സ്, അതിനൊരു 200 കാലറീസ് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 12 മണിയോടെയാണ് ഞാൻ ശരിക്കും എന്തെങ്കിലും കഴിച്ചത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇഡ്ഡലി 3 എണ്ണം കഴിച്ചു. അപ്പോൾ 3 ഇഡ്ഡലിക്ക് എത്ര കാലറീസ് ഉണ്ടെന്ന് അറിയോ? 180. പക്ഷേ ഇഡ്ഡലി കഴിച്ചാലുള്ള പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് വിശക്കും. അതുകൊണ്ടാണ് നമ്മൾ അപ്പം ഇഡ്ഡലിയുടെ കൂടെ നമ്മൾ എന്തെങ്കിലും പ്രോട്ടീൻ കഴിച്ചോളണം, അപ്പോൾ എന്നെ വിശക്കത്തില്ല. അപ്പോൾ ഇഡ്ഡലി 3 എണ്ണം കഴിച്ചു, 180 കാലറീസ്. അതിൻ്റെ കൂടെ സാമ്പാർ 140 കാലറീസ്, ഒരു ബൗൾ. സാമ്പാർ പരിപ്പും വെജിറ്റബിൾസും ആണ്, അപ്പം എല്ലാം ഉണ്ടല്ലോ, അതിൻ്റെ ഫൈബറും പ്രോട്ടീനും എല്ലാം ഉണ്ട്. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നമുക്ക് നല്ല 3 എണ്ണമൊക്കെ കഴിച്ചുമ്പോൾ നമുക്ക് നല്ല തൃപ്തിയാവും. അതും കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ 3 ചെറിയ പഴം, അതായത് ഈ ഞാലിപ്പൂവൻ പഴം, അത് 3 എണ്ണത്തിന് കാലറീസ് ഉണ്ട്. 270 കാലറീസാണ് ഈ 3 ചെറിയ പഴത്തിന്. ഒന്ന് ആലോചിച്ച് നോക്കി. അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് വീണ്ടും കോഫി 80 കാലറീസ് വരും. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ നമ്മുടെ ആശ്രമത്തിൻ്റെ ലഘുഭക്ഷണശാലയിൽ പോയിരുന്നു. അപ്പോൾ ഒരു രാത്രി 8 മണിയായി. അപ്പോൾ ശ്രീ പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ കഴിക്കുന്നത്, ഇത്രയും ഡയറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് കഴിച്ചിട്ട് പിന്നെ അതിന് പകരം നടന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനൊരു ബ്രേക്ക് പോലെ, കാരണം ആ 5 മണി കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല എന്നുള്ളത് അന്നത്തെ ദിവസം മാറ്റി. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്ലെക്സിബിൾ ആവണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ മടുക്കും. അപ്പോൾ 8 മണിക്ക് ഞാൻ ഒരു വീറ്റ് പൊറോട്ട, അതിൻ്റെ കൂടെ നല്ല പനീർ കടായി കഴിച്ചു. അത് നല്ല ഗ്രേവിയൊക്കെ ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് നമ്മുടെ ലഘുഭക്ഷണശാലയിൽ. അപ്പോൾ ഇനി അതിൻ്റെ കാലറി ആയിട്ട് നമ്മൾ ബോധം കെട്ട് വീഴും. അപ്പോൾ ഒരു വീറ്റ് പൊറോട്ടയുടെ കാലറീസ് എത്ര അറിയോ? 220. അത് കഴിഞ്ഞ് അതിൻ്റെ കറി കടായി പനീർ, അതിന് 350 കാലറീസ് വരും ആ ഒരു കറിക്ക്. അപ്പം അത് എല്ലാവരും കുറച്ച് ഷെയർ ചെയ്തു, എന്നാലും ഞാൻ തന്നെ കൂടുതൽ കഴിച്ചത്. എന്തായാലും എല്ലാം കൂടെ കൂട്ടിയപ്പം എൻ്റെ ടോട്ടൽ കാലറീസ് 1605. പൊതുവേ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിരുന്നു, 1605. പക്ഷേ എനിക്ക് എത്ര വരെ കഴിക്കാം? എനിക്ക് 2500 വരെ കഴിക്കാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത്രയല്ലേ ഉള്ളൂ. കണ്ടോ, ഇതാണ് നമുക്കിപ്പോൾ എന്തെല്ലാം കഴിച്ചു, പക്ഷെ ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാലറീസ് കുറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് കഴിച്ചാൽ നമുക്ക് വയറും നിറയും, വണ്ണവും കുറയും.